ഇത് തേച്ചിട്ട് നിറം വെച്ചില്ല എന്ന് ആരും പറയൂല. കാരണം ഇത് തേക്കൽ മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും വേണ്ടിയിട്ടുള്ളൊരു മെഡിസിനും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ. ഒരു ബീട്രൂട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ പകുതിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമുക്ക് കഴിക്കാനും മുഖത്ത് അപ്ലൈ ചെയ്യാനും ഒക്കെ ഇതിൻ്റെ പകുതി മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രത്തോളം തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു പീലർ വെച്ചിട്ടോ ഗ്രേറ്റർ വെച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇതിന് കുറച്ച് ജ്യൂസ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് ജ്യൂസ് എടുക്കാം. പക്ഷെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിക്കണതിനേക്കാളും ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് എനിക്ക് നല്ല കട്ടിയിലുള്ള ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പകുതിയോളം എടുത്തിട്ട് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ജ്യൂസ് ഒരൊറ്റ പിഴിച്ചിൽ പിഴിഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് വട്ടമൊന്നും വേണ്ട. നമുക്ക് നല്ലോണം മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഉണ്ടായാൽ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക. നമ്മളേതായാലും ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരക്കുന്നുണ്ട്. പക്ഷെ അന്നേരം നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ പിഴിഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വിചാരിക്കും ഏതായാലും മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരക്കണുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനങ്ങനെ പിഴിയണമെന്ന്. അപ്പോൾ അതല്ല, നമുക്കൊരു തുള്ളി പോലും വെള്ളം ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണത്. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാർക്ക് ആ പിഴിഞ്ഞത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ലേശം വെള്ളം, ഒരു അര ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയുടെ ജാറും നല്ലോണം ഒന്ന് ചുഴറ്റി ഒഴിക്കട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 ഗ്ലാസോളം ഉണ്ടാവും. ഇത് നമുക്ക് കുടിക്കാനുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെ കുടിക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എന്തൊക്കെ ചേർക്കാമെന്നൊക്കെ പറഞ്ഞുതരാം. ഈ ഒരു ജ്യൂസ് നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ കുറച്ച് പിഴിഞ്ഞ് വെച്ച നീരുണ്ടല്ലോ അത് ഒരു ക്രീം ആക്കിയിട്ട് എടുക്കാനും കേട്ടോ, മുഖത്ത് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഈ ബീട്രൂട്ടിൽ നമുക്ക് ഉയർന്ന അളവിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാലും ഇരുമ്പും വിറ്റാമിനുകളും കൂടുതലുള്ള ഈ പച്ചക്കറി കൊണ്ട് നമുക്ക് ഒരുപാട് സൗന്ദര്യ സംരക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിച്ചാലും ഒരുപാട് ഗുണങ്ങളുണ്ട്, ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമുക്ക് നിറം വെക്കാം, ഇത് നമ്മൾ കുടിച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മുടെ കവിള് നല്ല റോസ് കളറായിട്ട് വരികയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിസ്സാരക്കാരനായിട്ട് നിങ്ങൾ കരുതരുത്. മുഖം നിറം വെക്കാൻ മാത്രമല്ല, ഇത് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ മുഖം മാത്രമല്ല കേട്ടോ, ശരീരം മൊത്തം നല്ലൊരു കളറ് കിട്ടും. ഒരാഴ്ചയോളം നിങ്ങളിത് കുടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുഖത്ത് പിന്നെ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. നമ്മൾ ഏത് സൗന്ദര്യ വസ്തുക്കളിലും ഇനിയിപ്പോൾ വലിയ നമ്മൾ വില കൊടുത്തിട്ട് വാങ്ങുന്ന ക്രീമുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നൊരു സംഭവം ചേർക്കണം ഈ ഒരു ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിൻ നമ്മളെ മുഖത്തുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഖം ഒരുപാട് നല്ല സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ നല്ല കളറ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്ലിസറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ലേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമുകൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ അലോവേര. മുടി നീളാനും മുടിക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ നമുക്ക് മുഖസൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യകരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാലും നല്ല ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അലോവേര. അപ്പോൾ ആ ഒരു അലോവേര നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ലീഫ് എടുക്കുക. ഇത് നമുക്ക് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ജെല്ലാണ് കേട്ടോ നല്ലത്. കാരണം നമ്മളിത് രാത്രി പുരട്ടാനും രാത്രി കുടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസും ഒരു ക്രീമുമാണ് കേട്ടോ റെഡിയാക്കണത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ അലോവേര ജെല്ലിന് നല്ലൊരു സുഗന്ധമാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്രീം നമുക്ക് ഉണ്ടാക്കി വെക്കാനൊന്നും പറ്റൂല. ഇനിയിപ്പോൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുക, എന്നാൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ പറ്റും. പക്ഷെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവും കേട്ടോ, ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ.
അപ്പോൾ ഈ ഒരു അലോവേര ജെല്ല് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം മസാജ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ജ്യൂസിലിട്ടിട്ട് നമ്മൾ ഈ പിഴിഞ്ഞ നീരുണ്ടല്ലോ അതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു അലോവേര ജെല്ല് മിക്സായി കിട്ടാൻ വേണ്ടി കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ബീട്രൂട്ട് ജ്യൂസിൽ ധാരാളം മിനറൽസ്, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പോഷകങ്ങളാൽ സമ്പന്നമാണ് കേട്ടോ ഓരോ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. കൊളസ്ട്രോൾ കുറക്കാനും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ക്യാൻസറിനെ തടയാനും ഒക്കെ ബീട്രൂട്ട് ജ്യൂസ് ധാരാളം നമ്മൾ കുടിക്കുന്നത് നല്ലതാണ്. അതേമാതിരി തന്നെ ഈ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് ദിവസവും കുടിക്കണത് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷുഗർ കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഈ ബീട്രൂട്ട് ജ്യൂസ് നല്ലതാണ്. രക്തം വർദ്ധിക്കണ കാര്യത്തിൽ ഇത് നിങ്ങളൊരു ഗ്ലാസ് രാത്രി കുടിച്ച് നോക്കിയാണെങ്കിൽ, അതല്ലെങ്കിൽ രാവിലെ കുടിച്ചാൽ തന്നെ, രാവിലെ ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് നിങ്ങൾ പഞ്ചസാര ഒന്നും ചേർക്കരുത് കേട്ടോ. പഞ്ചസാര ചേർക്കരുത്, വെറുതെ എടുത്തിപ്പോൾ ഞാൻ അടിച്ചാൽ അതുപോലെ പച്ച വെള്ളത്തിൽ അടിച്ചിട്ട് ഒരു ഗ്ലാസ് നിങ്ങൾ രാവിലെ കുടിച്ച് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കുറച്ച് ദിവസം ഈ ഒരു ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മുഖവും ഒന്നായിട്ട് നല്ലൊരു റോസ് കളറായിട്ട് തുടിക്കണതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് കുടിക്കുക കേട്ടോ. ഞാൻ ഏതായാലും ഇത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇത് കുടിക്കാറുണ്ട്. പിന്നെ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് കുടിക്കൽ കുറച്ച് കുറക്കണം കേട്ടോ. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് കൂടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അല്ലാത്തവർ ദിവസവും കുടിക്കേണ്ട, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഓരോ ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കട്ടോ, നല്ലതാണ്. ആ ഒരു 3 ദിവസം തന്നെ മതി നമ്മൾക്ക് ഒരാഴ്ച നല്ല ആരോഗ്യത്തോടു കൂടി കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രീം പുരട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് പുരട്ടുക, എന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റം കിട്ടും. ഇതിൽ നമ്മൾ അലോവേര ജെല്ലും അതുപോലെ തന്നെ ഗ്ലിസറിനും പിന്നെ ബീട്രൂട്ടും ഈ 2-3 കാര്യങ്ങൾ തന്നെ മതി നമ്മുടെ മുഖം നല്ലോണം വെളുക്കാനും തുടിക്കാനും ഒരു നല്ലൊരു റോസ് കളറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളിലേക്ക് കഴിക്കുകയും പുറത്ത് തേക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ അതും പറിച്ച് ക്രീമുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് തേച്ചിട്ട് മുഖത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന പോലെയല്ല, ഇത് കൊണ്ട് നമുക്ക് ഒരിക്കലും യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നമുക്ക് ഭാവിയിൽ ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങൾ തടയാനും ഉള്ള അസുഖം മാറാനും സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ക്രീമുമാണ്. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർക്കാതെ തന്നെ കുടിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.